അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BTSന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചതും എന്നാൽ ചിരിയുടെ മാലപ്പടക്കം തന്നെ സമ്മാനിച്ചതുമായിട്ടുള്ള ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. അതെ ഗൈസ്, റൺ BTS എപ്പിസോഡ് നമ്പർ 84. സ്റ്റേജിൽ മൈക്ക് പിടിച്ച് മാസ് കാണിക്കുന്ന നമ്മുടെ ഈ 7 സുന്ദരക്കുട്ടന്മാരെ പിടിച്ച് ഒരു വാട്ടർ പാർക്കിൽ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? അതായിരുന്നു ഈ എപ്പിസോഡിൽ. പീരങ്കിന്ന് ഉണ്ട തെറിച്ചു പോണ പോലെ നേരെ ആകാശത്തേക്ക്, പിന്നെ ദേ കിടക്കുന്ന വെള്ളത്തില് കര കയറാൻ പറ്റാതെ നീന്തി നീന്തി. പിന്നെ എന്ത് വന്നാലും ആറ്റിറ്റ്യൂഡ് മുഖ്യം ബിഗ്ലേ എന്ന് പറഞ്ഞ പോലെ ഒട്ടും ചാട വിടാതെ ജങ്കുക്കും. അങ്ങനെ മൊത്തത്തിൽ ചിരിക്കാൻ ഒരുപാട് വകയുള്ള ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ റോസ്റ്റിങ്ങിലോട്ട് കടന്നാലോ? മെമ്പേഴ്സ് വിവിധ ടീമുകളായി തിരിഞ്ഞ് വെള്ളത്തിൽ കളിക്കാവുന്ന വ്യത്യസ്ത തരം ഗെയിമുകളാണ് ഇതിലുള്ളത്. സ്ലൈഡിങ്, ജമ്പിങ് തുടങ്ങി വാട്ടർ പാർക്കിൽ വെറൈറ്റി ഗെയിംസ്. എടാ, ആ സ്ലൈഡ് ചെയ്ത് വന്ന് വെള്ളത്തിലേക്ക് വീണ് കിടക്കണ കണ്ട ആർക്കായാലും പാവം തോന്നും. വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച പൂച്ചകളെ പോലെ. പ്രത്യേകിച്ച് ആ ബ്ലോം ജംപ്, ഒരാൾ ചാടുമ്പോൾ മറ്റേ ആൾ ആകാശത്തേക്ക് തെറിച്ചു പോണത് കണ്ട ശരിക്കും ഒരു പീരങ്കി വിട്ട ഉണ്ട പോലെ. ഇതല്ല കഷ്ടം, വെള്ളത്തിൽ സ്ലൈഡ് ചെയ്യുമ്പോഴും തെറിച്ച് വീഴുമ്പോഴൊക്കെ ക്യാമറ നോക്കി പോസ് ചെയ്യണം പോലും. ഇതൊരു വെല്ലുവിളിയാണ്. പരസ്പരം സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയെങ്കിലും മറ്റേ ആളെ കൂടി വെള്ളത്തിൽ വീഴ്ത്താൻ നോക്കുന്നതാണ് മെയിൻ. ജസ്റ്റ് നൻപൻ തിങ്സ്. പിന്നെ ഏത് ഗെയിം വന്നാലും ജങ്കുക്കുള്ള ടീം ഗപ്പെടുത്തിരിക്കും എന്നത് ഒരു പ്രകൃതി നിയമം ആയ സ്ഥിതിക്ക് ആ പതിവ് ഇവിടെയും തെറ്റിക്കുന്നില്ല. ഇവിടെയും നമുക്ക് ആ വെകിളി പിടിച്ച JKനെ കാണാൻ കഴിയും. ബിക്കോസ് തോൽവി എന്നത് JKയുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതിലെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഭാഗം ജിമിൻ വെള്ളത്തിൽ വീഴുന്നതും കരയ്ക്ക് കയറാൻ വേണ്ടി കഷ്ടപ്പെടുന്നതുമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു പാവം തോന്നും. എടാ, ആരെങ്കിലും ചെന്നാൽ കൊച്ചിനൊന്ന് സഹായിക്കടാന്ന് നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ആശാൻ പിന്നെ വീണിട്ടുണ്ടാവും. വെള്ളത്തിന് മുകളിൽ വിരിച്ച ആ മാറ്റിലൂടെയുള്ള അവരുടെ നടത്തം ഐക്കോണിക്. പിന്നൊരു കോമഡി എന്താന്ന് വെച്ചാ, V ആണെങ്കിൽ 3-3 വീഴും, കുട്ടികളാണെങ്കിൽ വീഴും എഴുന്നേൽക്കും എന്ന് പറഞ്ഞ പോലെ. കളിച്ചോണ്ടിരുന്നപ്പോ പാർക്കി വീണു, എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ, കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് ശരിയാ, കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ 7. പിന്നെ നംജൂണിന്റെയും ജിന്നിന്റെയും കാര്യം പറയണ്ട. ജങ്കുക്ക് അവരുടെ ടീം ആയപ്പോഴേ ഉറപ്പിച്ച് ഇത് അവരുടെ വിജയെന്ന്. ആള് ടീം ലീഡർ ആണെങ്കിലും വാട്ടർ ഗെയിമിന്റെ കാര്യത്തില് നംജൂണിന്റെ അവസ്ഥയും അത്ര മെച്ചൊന്നുമില്ല. ആകെ നനഞ്ഞൊട്ടി ആളൊരു പരുവായിട്ടുണ്ട്. ഇതിന്റെ മെയിൻ പാർട്ട് തന്നെ ആസ് യൂഷ്വൽ തരികിടയാണ്. ജങ്കുക്കിനെ പോലെ സ്പോർട്സിൽ അഗ്രഗണ്യന്മാരായവർ ഒരു വശത്ത്, പേടിച്ചു വരച്ച് നിൽക്കുന്നവർ മറ്റൊരു വശത്ത്. മേക്കപ്പ് ഇട്ട് മുടി സ്റ്റൈൽ ചെയ്ത് വന്നതാ, പക്ഷേ അവസാനമായപ്പോഴേക്കും എല്ലാവരും പാതി ബോധം പോയ അവസ്ഥയിലായി. ഈ ഷോ കഴിഞ്ഞതോടെ മിക്കവാറും BTSന്റെ മൈൻഡ് വോയിസ് ഇങ്ങനെയായിരിക്കും. ഇത്രയ്ക്ക് പാടായിരുന്നു ഒരു ഐഡൽ ലൈഫ്. ആരുടെ ടീം ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ? അതാ അതിന്റെ ഒരു ഇത്. അങ്ങനെ നീണ്ട സാഹസത്തിന് ശേഷം ഫുഡ് കഴിക്കാനാണ് പോയത്. അവിടുന്ന് പണ്ട് ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ബോട്ടിൽ ചലഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ജങ്കുക്ക് തന്നെയാണ് പെർഫെക്റ്റ് ആയി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പരസ്പരം ഗിഫ്റ്റുകളൊക്കെ കൈമാറി. ഓരോരുത്തർക്കും കിട്ടിയ ഗിഫ്റ്റുകൾ കണ്ട് അവർക്ക് തന്നെ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലാണ്. അത്രയ്ക്കും കോമഡി ആയിരുന്നു ഈ ഒരു ഭാഗം. ചുരുക്കത്തിൽ BTSന്റെ ആ ഒരു ഇമേജ് ഒക്കെ സൈഡിലോട്ട് മാറ്റിവെച്ച അവരും നമ്മളെപ്പോലെ വെറും പാവം മനുഷ്യരാണെന്ന് തെളിയിച്ച ഒരു എപ്പിസോഡ് കൂടിയാണിത്. നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അന്യോ.